എന്ത് പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കണേ? അനുമോളെ എന്ത് പരിപാടി കാണിക്കണത്? മോശമായ പരിപാടിയാണ്. അലിൻ ജോസ് പെരേര എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. മനസ്സിലായോ? ആ വ്യക്തിയെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ അവരെ കണ്ടിട്ട് ചിരിച്ചു. അത് എല്ലാ മലയാളീസും കണ്ട. ഞങ്ങൾ ചോറ് തന്നെ ചേച്ചി ഉണ്ണണത്, ചോറ് തന്നെ. എന്നിട്ട് കളിയാക്കിയിട്ട് ഏറ്റവും അവസാനം പറയാം, അയ്യോ ഞാൻ കളിയാക്കിയൊന്നുമില്ല, മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചിരി. മരണ വീട്ടിൽ പോയി ആരെങ്കിലും ചിരിക്കോ? ഈ പെരേര ചിരിക്കോ മരണ വീട്ടിൽ പോയാ? ഇല്ല. എന്നിട്ട് അവരെ കളിയാക്കിയിട്ട് ചുമ്മാ ഒരു പരിപാടികളനുസരിച്ച് മാപ്പ് പറഞ്ഞേ പറ്റൂ. ലാലേട്ടന്റെ മുമ്പിലല്ല, അലിൻ ജോസ് പെരേരയുടെ മുമ്പിൽ അനുമോള് മാപ്പ് പറയണം. എന്നാലാണ് ഈ സമരം ഇവിടെ തീരുള്ളൂ. അല്ലെങ്കിൽ ഈ സമരം നീണ്ടു വെക്കും. മോനെ, എനിക്ക് രോഷം കത്തിക്കൊണ്ടിരിക്കടാ അനുചേച്ചി നിന്നെ കളിയാക്കിയല്ലേ. കാരണം അതിനെപ്പറ്റി പറയാം. കാരണം ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോ മേജർ ഏട്ടനെ നോക്കി ചെറിയ രീതിയിൽ മേജറോ? മേജർ ഏട്ടനെ ആരത്? മേജർ രവിചേട്ടൻ. പുള്ളി ചെറിയൊരു പുഞ്ചിരി തിരിച്ചറിഞ്ഞു. ചെറിയ പുഞ്ചിരി. അതാ പക്ഷെ ബഹുമാനത്തോടെ കൈകൂപ്പിയ പുള്ളിയെ കാണിച്ചത്. കൈകൂപ്പി എന്നെ കാണിച്ചാൽ മതിയോ? മേജറേട്ട കൈ അങ്ങോട്ട് കൂപ്പിയോ? ആ, അത് തന്നെ വല്ല സ്വപ്നം കണ്ടാണോ? അല്ല, കണ്ടതാ തന്നെ കണ്ടിട്ട്. ഓ ശരി ശരി. ആ എന്നിട്ടോ? ഇവിടെ ഒരു ലാലേട്ടൻ ഞാൻ കണ്ടപ്പോ ലാലേട്ടാ അങ്ങനെ ലാലേട്ടൻ കൈ ഞാൻ കണ്ട്. പക്ഷെ ലാലേട്ടനെ കണ്ടിരുന്നോ വീഡിയോയിലും ഇത് വന്നില്ലല്ലോ. ലാലേട്ടനെ നോക്കുന്ന വീഡിയോയിലുണ്ട്. ആ വീഡിയോയില് പക്ഷെ എന്നെ സ്ക്രീൻഷോട്ട് എനിക്ക് വേണം. സ്ക്രീൻഷോട്ട് വേണം. അങ്ങോട്ട് ചെന്നപ്പോ ലാലേട്ടൻ കണ്ടിട്ടുണ്ടാവില്ല. ലാലേട്ടൻ പിന്നെ ആ ഒരു രീതിയിൽ നോക്കിണ്ടാവല്ലോ അധികം നേരം. പിന്നെ എങ്ങനെ നോക്കി? ലാലേട്ടൻ നോക്കുന്ന വീഡിയോയിലുണ്ട്. ഞാൻ കയറുന്ന സമയത്ത് ഒരുപാട് പേര് കയറുമ്പോ നോക്കൂല, അവിടെ നിന്ന് നോക്കൂല. ഇത് പടർത്തി വിട്ടതാണ്, താൻ പ്രചരിക്കുന്നതാണ്. മെയിൻ സ്ട്രീമിലുണ്ട്. ഉറപ്പാണോ? അവര് ഡിലേറ്റ് ആക്കി കളയട്ടോ. എന്തെങ്കിലും ആട്ടോ, അത് പോട്ടെ. ലാലേട്ടൻ കണ്ടു, സംബന്ധിച്ച് മേജർ സാർ കണ്ടു, ആന്റണി പെരുമ്പാവൂർ സാർ കണ്ടു. ഞാൻ വെറുതെ പറഞ്ഞു, കൈ കാണിച്ചു, അവിടെ കാണിച്ചു. ഓക്കെ. അപ്പൊ നിങ്ങൾ ആരൊക്കെ ഉണ്ടായിരുന്ന? കൂടെ ആരാ ഉണ്ടായിരുന്നേ? തന്റെ കൂടെ ആരാ ഉണ്ടായിരുന്നേ ഈ മരണ വീട്ടിൽ? പമ്പച്ചേച്ചി. ഓക്കെ. അപ്പൊ പമ്പച്ചേച്ചി ഉണ്ടായിരുന്നു അല്ലെ? അപ്പം ഈ പമ്പച്ചേച്ചി നിങ്ങൾ പോയപ്പോ അനുമോള് കളിയാക്കി എന്നാണോ പറയുന്നത്, താങ്കൾ പറയുന്നത്? നമ്മള് പേഴ്സണലി പുള്ളിനെ കണ്ടില്ല. നമ്മള് മരണ വീട്ടിലേക്ക് പോയപ്പോ ആ ഒരു ഇത് നോക്കിട്ട് അങ്ങോട്ട് പോയത്. അല്ല, ഞാൻ ചോദിച്ചെന്ന് വെച്ചാൽ ഇതില് സങ്കടമുണ്ടോ? 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 ഇതില് സങ്കടമുണ്ടോ? അങ്ങനെ ആ ചേച്ചിയുടെ പ്രതികരിച്ചത് സങ്കടമുണ്ടോ? എനിക്ക് അത് സങ്കടമുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചേച്ചിയെ പോലെ കണ്ട ആളാണ്. പക്ഷെ ഈ പറയുന്ന സ്റ്റാർ മാജിക്കിൽ വർക്ക് ചെയ്യുന്ന വേറെ ചേച്ചി ഉണ്ടല്ലോ. ഈ അനുമോൾക്ക് വേണ്ടി താൻ എന്താ PR വർക്ക് ചെയ്ത കാര്യം ഇവർക്ക് അറിയാമോ? ഈ പയ്യനുണ്ടോ PR വർക്ക് ചെയ്തു ബിഗ് ബോസിന് വേണ്ടി? എന്തുകൊണ്ടാ വർക്ക് ചെയ്തു? ഞാൻ അനീഷേറിനെ ആരാധിച്ചിട്ടുണ്ടല്ലോ. ഇവന്റെ ചങ്കില് ഇവിടെ അനുമോളുടെ ഇത് പടം വെച്ചിട്ട് അനുചേച്ചിയെ ജയിക്കുള്ളൂ ചേട്ടൻ കണ്ടോന്ന് പറഞ്ഞിട്ട് പുറകെ നിന്ന് ഇവന്റെ ഈ സ്നേഹം അനുമോള് കണ്ടില്ല. അതാണ് തെറ്റ്. മനസ്സിലായോ? അതായത് ഫാൻസാ ഫോട്ടോ എടുക്കാൻ വന്ന. പിന്നെ എടുക്കാം ഫോട്ടോ പിന്നെ തരാം. വേദികൾ കാണാൻ പോയിട്ടുണ്ട്, ഫേമസ് ആയി നിൽക്കുന്ന സമയത്ത് പോലും. നമുക്ക് അധികം ഉദ്ഘാടനങ്ങളില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഉദ്ഘാടനം വരുന്നുണ്ട്. പക്ഷെ അത് പ്രൊമോഷൻസും പോകുന്നുണ്ട്. പക്ഷെ നമ്മള് ഉദ്ഘാടനം കാണാൻ പോകുന്നുണ്ട് പലപ്പോഴും. ശരിക്കും ലാലേട്ടന്റെ വീട്ടിൽ വരേണ്ട ലക്ഷ്മി ചേച്ചിനെ പോലത്തെ ആൾക്കാരാ. കാരണം ആ ഒരു എന്താ പറയാ, ചേച്ചി ആണെങ്കിലും കാണിക്കില്ല, ചിരിക്കില്ല. എന്നെ കണ്ടു കഴിഞ്ഞാല് ഓവറായിട്ട് ചിരിക്കില്ല. നമ്മൾ അടുത്തേക്ക് പോയപ്പോഴാണ് ചേച്ചി ചെറിയതായിട്ട് ചിരിച്ചു. മുടിയുള്ള കൊച്ചിന്റെ പേര് സ്റ്റാർ മാജിക്കില് മുടി ഇങ്ങനെ വലിയ ഇതുപോലെ ഇരിക്കണം. അതെനിക്കറിയില്ല. ആ ചേച്ചിയോട് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ മറ്റേ സ്റ്റാർ മാജിക്കിലെ ചേച്ചിനെ കാണണം നമ്മള്? അപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞായിരുന്നല്ലോ അല്ലേ? അത് പിന്നെ ഒന്നും നടന്നില്ല. കാണിച്ചു തരാന്ന് വെറുതെ പറഞ്ഞു. ഞാൻ കണ്ടല്ലോ. നീ കണ്ടോ? അതിന് ശേഷം കണ്ട കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞോട്ടെ, ഈ അനുചേച്ചി മാപ്പ് പറയണമെന്നാണോ താൻ പറഞ്ഞത്? എന്നോട് പറയണ്ട, ലാലേട്ടനോട്. ഇവന്റെ മനസ്സ് കണ്ടോ? ഇവനോട് മാപ്പ് പറയണ്ട. അതാണ് ഇവന്റെ ഒരു വിജയം. മനസ്സിലായില്ലേ? ലാലേട്ടനോട്. കാരണം പുള്ളിക്കാർത്തിയെ ഡീഗ്രേഡ് ചെയ്ത ഒരുപാട് കമന്റുകൾ പുള്ളി കണ്ടില്ലെന്നാ പറയുന്നത്. ഞാൻ കണ്ടു. അനിമോളേച്ചിനെ പറ്റി പറയുന്ന തെറികളും മോശം കമന്റുകളൊക്കെ കണ്ടു. താൻ ഹൈഡ് ചെയ്ത് വെച്ചു അല്ലേ? ഞാനിട്ട കമന്റ് അല്ല കേട്ടോ, പിന്നെ ആരിട്ട കമന്റ്. അപ്പൊ അതെങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചത്? അനിമോളുടെ കുറച്ച് ഫാൻസ് എനിക്കെതിരെ ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുന്നു? അലിൻ ജോസ് പെരേര വാണം വന്നതിന് പുള്ളി ചിരിക്കെ കഴിയൊക്കെ ചെയ്യൂന്നൊക്കെ പറഞ്ഞു. വാണത്തിനെ പോലെ ആൾക്കാർ കാണണം. വാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മറ്റേ വിഷുവിനൊക്കെ ഇങ്ങനെ അതൊക്കെ ആയിരിക്കും ഓർക്കുന്നത്. അതല്ലേ വാണെന്ന് പറയണേ അല്ലേ? അതിനെന്താണ് അതൊക്കെ ഒരു ഐശ്വര്യമുള്ള. അത് എന്താ പറയാ, വളരെ മോശമായിട്ട് രീതിയിൽ വരുന്ന 2 സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു. ഒരു വീഡിയോ ഞാൻ വേണമെങ്കിൽ എന്റെ ചാനലിലേക്ക് അത് ഇടുന്നുണ്ട്. കാരണം മാന്യമായിട്ട് വൃത്തിക്കാ പറയുന്നത്. അലിൻ ജോസ് പെരേര കാണിക്കുന്നത് ഞങ്ങൾ കാണാറുണ്ട്. അതിനെപ്പറ്റി വലിയ അഭിപ്രായമൊന്നും ഇല്ല. പക്ഷെ അവിടെ വന്നതിൽ എനിക്ക് നല്ലതായിട്ട് തോന്നി എന്ന് പറഞ്ഞു. കാരണം ലാലേട്ടന്റെ വീട്ടിൽ വരെ ചെന്നല്ലോ. കണ്ടോ? കാരണം അഭിലാഷ് ആട്ടത്തിനെ പോലെ ആൾക്കാരൊക്കെ ഒന്നും അവിടെ വന്നില്ല. എന്തുകൊണ്ടെന്ന് പുള്ളിക്കാരൻ പറയട്ടെ. അത് ഞാൻ വേറൊന്നും അല്ല,
തലേദിവസം ഒരു തെണ്ടി നമ്മുടെ കൂട്ടുകാരനാ, പുള്ളി ലാലേട്ടന്റെ അമ്മയെ കാണാൻ പോകണ്ടെന്ന് പറഞ്ഞപ്പോ കൂടെയുള്ള പമ്പച്ചേച്ചി പറഞ്ഞു ആട്ടായത്തെ കൊണ്ടുപോകുള്ളതെന്ന് ചോദിച്ചു. അതെ പുള്ളി അങ്ങനെ പരിപാടിക്കൊന്നും വരില്ല എന്ന് പറഞ്ഞു. പുള്ളിക്ക് നല്ല സ്നേഹമുണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പൊ ഈ അവസരത്തിൽ ഞാൻ ഖേദിക്കുന്നു, അങ്ങനെ എനിക്ക് വരാൻ പറ്റില്ല. തിരുവനന്തപുരം വരെ എന്നെ പറ്റി മാത്രമാണ്. അല്ല അപ്പൊ എനിക്ക് അവിടെ നിന്ന് വരാനുള്ള നടക്കത്തില്ല, അറിയാലോ. കാരണം KSRTC കയറി വരുമ്പോഴത്തേക്ക് സമയം കഴിയും. ഇവൻ രാത്രി തന്നെ 2 മണിക്കോ 3 മണിക്കോ കണ്ട് പോയി നേരെ തിരുവനന്തപുരത്തേക്ക്. ഇവൻ അങ്ങനത്തെ ഉള്ള ഒരു ഇതാട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പരിപാടിക്കൊന്നും വിളിക്കില്ല, അടി കിട്ടുന്ന പരിപാടിക്ക് എവിടെ ഉണ്ടോ വിളിച്ചോണ്ട് പോകും. അതാണ് അല്ലേ, അങ്ങനെയല്ലേ സംഭവിച്ചേ? ആ അത് തന്നെ. എന്തായാലും ഇമോഷൻസും മനസ്സിലാക്കുന്ന ഒരാളാ. ഓക്കെ, അപ്പൊ എന്തായാലും അനുചേച്ചി മാപ്പ് പറഞ്ഞവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. കാരണം അനുചേച്ചിയുടെ ഒരു മാപ്പ് അപേക്ഷ കേൾക്കാൻ വേണ്ടി പെരേരെ കാത്തിരിക്കുകയാണ്. അപ്പൊ നാളത്തെ വൈകിട്ട് എന്തായാലും വീഡിയോ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിന്റെ മാപ്പ് പറഞ്ഞതിന് എതിർത്തുള്ള വീഡിയോ വരാം. അത് കഴിഞ്ഞിട്ട് ചേച്ചി വീണ്ടും പറഞ്ഞു, വീണ്ടും പെരേരെ പറഞ്ഞു.